സംസ്ഥാനത്തെ തീരക്കടലിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിലാകും. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകാൻ അനുവദിക്കില്ല. നിലവിൽ ട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ബോട്ടുകളിൽ 95% ഇന്ന് രാവിലെ തീരമണഞ്ഞു. ബാക്കിയുള്ളവ ഇന്ന് രാത്രിയോടെ മുനമ്പം, മുരുക്കുംപാടം, കൊച്ചി ഹാർബറുകളിലായി തിരിച്ചെത്തും. അവസാന നാളുകളിൽ ബോട്ടുകൾക്ക് ചെറിയ ചെമ്മീൻ, തിരിയാൻ, ചെറിയ കൂന്തൽ, ഉടുപ്പുരി തുടങ്ങിയ മത്സ്യങ്ങളാണ് ലഭ്യമായത്. കൂടാതെ ചെറിയ ബോട്ടുകൾക്ക് ചാളയും ലഭിച്ചിരുന്നു. മഴ തുടങ്ങി കടൽ ഇളക്കിയെങ്കിലും ഉടൻ തന്നെ ട്രോളിംഗ് നിരോധനം ആയതോടെ ബോട്ടുകൾക്ക് കാര്യമായ ഗുണം ലഭിച്ചില്ല. ഇനി 52 ദിവസം ട്രോളിംഗ് ബോട്ടുകൾക്ക് വിശ്രമകാലമാണ്. ബോട്ടുകൾ പൂർണ്ണമായും തീരമണിയുന്നതോടെ അതിഥി തൊഴിലാളികളായ മത്സ്യത്തൊഴിലാളികൾ നാട്ടിലേക്ക് തിരിക്കും. ബോട്ട് യാർഡുകളിലും മറൈൻ വർക്ക് ഷോപ്പുകളിലും ഇനിയുള്ള 2 മാസക്കാലം അറ്റകുറ്റപ്പണികളുടെയും മറ്റും വൻ തിരക്കായിരിക്കും. മറൈൻ ഡീസൽ ബാങ്കുകളെല്ലാം അടച്ചിടും. ട്രോളിംഗ് നിരോധനത്തോടനുബന്ധിച്ച് വൈപ്പിൻ, മുനമ്പം മത്സ്യബന്ധന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ നിരോധനം ലംഘിക്കുന്ന മത്സ്യബന്ധന ബോട്ടുകളെ പിടികൂടാൻ മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പെട്രോളിംഗ് ബോട്ടുകളും മൺസൂൺ കാലത്ത് മത്സ്യബന്ധനത്തിന് പോകുന്ന പരമ്പരാഗത വള്ളങ്ങളുടെ സുരക്ഷയ്ക്കായി സുരക്ഷാ ബോട്ടുകളും സജ്ജമാണ്. ഇനി ജൂലൈ 31 അർദ്ധരാത്രിക്ക് ശേഷമേ ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ ഇറങ്ങൂ. ഇനിയുള്ള 52 ദിനങ്ങൾ കടലിൽ പരമ്പരാഗത വള്ളങ്ങളുടെ ആധിപത്യമാണ്. നാരൻ, കരിക്കാടി, പൂവാലൻ, ചെമ്മീനും ചാള, നത്തോലി, കൊഴുവ തുടങ്ങിയ മത്സ്യങ്ങളും വള്ളങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ സമൃദ്ധമായി ലഭിക്കാറുണ്ട്.